എൻ്റെ പേര് ലിജോ ജോയി. ഞാൻ മുനൂന്തു നിന്നാണ് വരുന്നത്. 2022 ഏപ്രിൽ 26-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് എൻ്റെ കൊച്ചിന് ഓട്ടിസമായിരുന്നു. ജനിച്ചപ്പം തൊട്ട് കുഞ്ഞിന് മേലാത്ത കുഞ്ഞായിരുന്നു. ആശുപത്രി കേസായിട്ടായിരുന്നു ഭയങ്കര. എപ്പോഴും ESIലായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പണിയും കഴിഞ്ഞ നേരെ ESI ചെല്ലും. അവിടുന്ന് തുണിയെല്ലാം അലക്കി പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് അവിടെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ എൻ്റെ കൊച്ചിനിപ്പോൾ യാതൊരു അസുഖവും ഇല്ല. വർത്താനമൊന്നും പറയത്തില്ലായിരുന്നു. മേലാത്ത കണ്ണിന് കാഴ്ചയില്ല, നടക്കത്തില്ല, ഒട്ടും മേലാത്ത കുഞ്ഞായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ കൊച്ചിന് യാതൊരു കുഴപ്പമില്ല. കൊച്ചു നടക്കും, വർത്താനം പറയും, കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടി. ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല. ഒരു ജലദോഷം പോലും ഇല്ലാതെ പോകുന്നു. അതുപോലെ എൻ്റെ വർക്കിന് ഭയങ്കര തടസ്സമായിരുന്നു. എനിക്ക് കിണറിൻ്റെ പണിയാണ്, ജോലിയൊന്നും ഇല്ലായിരുന്നു. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാറ്റം വന്നു, പണിയായി. കാരുണ്യ പ്രവർത്തികൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേരെ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ഞാനിങ്ങോട്ട് വന്നപ്പം ഇന്നലെ രാത്രി ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച എന്നെ കൂടെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഒത്തിരി പേരെ ഇവിടെ ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനാഥാലയത്തിൽ പോകുന്നുണ്ട്. ഒരുപാട് രോഗികളെ ശുശ്രൂഷിക്കുന്നുണ്ട്. മേലാത്തവർ ഒരുപാട് പേരുണ്ട്. മദ്യപാനം ഉണ്ടായിരുന്നു, മദ്യപാനം എല്ലാം പൂർണ്ണമായിട്ട് നിർത്തി. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. അതുപോലെ എന്നും രാവിലെ എൻ്റെ ഇടവപ്പള്ളിയിൽ 6 മണിയാകുമ്പോഴത്തേനെ കുർബാനയ്ക്ക് പോവും. അതുപോലെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് ആരാധനയും കൂടി കുർബാനയും കൂടി 2:30-3 മണിയാകുമ്പോഴത്തേനെ ഇവിടുന്ന് തിരിച്ചു പോവും. അങ്ങനെ ഒരു കൃപ ലഭിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. അതുപോലെ തന്നെ 2020 ഒക്ടോബർ 26-ാം തീയതി എന്നെ ഒരാൾ ചതിച്ചു. 2 വ്യക്തികൾ എന്നെ ചതിച്ചു. 8 മാസമായിട്ട് ഞാൻ ഉറങ്ങാതിരുന്നതാണ് അവരെ കൊല്ലാൻ വേണ്ടി. 2 പേരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ 2 പേരുടെ ഫാമിലി 8 പേരുണ്ട്. 8 പേരെ കൊല്ലണമെന്ന് ഓർത്ത് ഞാൻ ഇരുന്നതാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഉടമ്പടി എടുത്ത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു കൃപ ലഭിച്ചു അവരോട് ക്ഷമിക്കാൻ. അല്ലെങ്കിൽ ഞാൻ കൊന്നേനെ അവരെ. അതുപോലെ എന്നെ ചതിച്ചതാണ്. അങ്ങനെ ഒരു കരുണ എനിക്ക് ലഭിച്ചു ഇവിടുന്ന്. ദൈവം ക്ഷമിക്കാനുള്ള ഒരു കൃപ തന്നതുകൊണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധന പറയുന്ന ടോക്കുകൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എൻ്റെ ജീവിതത്തിൽ. അതുപോലെ എനിക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അതുപോലെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം അതെങ്ങനെയാണ് ദൈവത്തിലേക്ക് നമ്മെ എടുത്തുയർത്തുന്നത്? നമുക്ക് ആ ബോധ്യങ്ങളൊക്കെ ഇതിനു മുൻപും നമ്മൾ പള്ളിയും ധ്യാനവും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് നാം മുമ്പോട്ട് പോയിട്ടുള്ളവരാണ്. ഉടമ്പടി എന്ന് പറയുന്നത് നമ്മെ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരു ദിശയിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക. അതായത് അത് പ്രാർത്ഥന മാത്രമല്ല, പ്രവർത്തനവും കൂടിയാണ്. അതുകൊണ്ടാണ് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത്. സമൂലമായ ഒരു മാറ്റത്തിന് നമ്മെ ഉടമ്പടി യോഗ്യരാക്കുകയാണ്. ഒരിക്കലും ജീവിതത്തിൽ തനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല എന്നുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അത് ഏത് രീതിയിൽ ഈ മകനെ ആക്കി തീർത്തു എന്നുള്ളത് നാം കേട്ടു. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് മറ്റുള്ളവരോടും തന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചവരോടൊക്കെ ക്ഷമിക്കുവാൻ ഈ ഒരു സാക്ഷ്യം മാത്രമല്ല, ഓരോ സാക്ഷ്യങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുക വ്യക്തികൾ എങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിന് ആകെ ഒരു മാറ്റമാണ് വന്നത്. അതുമൂലം തനിക്ക് പിന്നീട് താൻ മറ്റൊരു വ്യക്തിയായി മാറുകയും മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചു. കുടുംബത്തിൽ സമാധാനം, സന്തോഷം, അങ്ങനെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ഒത്തിരിയേറെ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ സ്ഥിരമായിട്ട് നാം അതിലൊക്കെ പങ്ക് എടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഓരോ പ്രാവശ്യത്തെയും ഉടമ്പടി ധ്യാനം
അതെല്ലാം നമ്മുടെ ആത്മാവിനെ കുറച്ചുകൂടി ഉജ്ജ്വലിപ്പിക്കുന്ന രീതിയിൽ, ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്ന രീതിയിലുള്ള തിരുവചനങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക. അങ്ങനെ വ്യക്തികൾക്ക് വരുന്ന മാറ്റത്തിലൂടെ കുടുംബവും സമൂഹവും ഒക്കെ നവീകരിക്കപ്പെടുകയാണ്. നമുക്ക് ഈ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നന്ദി പറയാം. അതുപോലെ ഓട്ടിസം ബാധിച്ച മകളുടെ കാര്യം നാം കേട്ടു. ആ മകള് കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ തങ്ങളെ എങ്ങനെയാണ് തങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെ ആ മകൾക്ക് ഇപ്പോൾ കൂടുതൽ മെച്ചമായ രീതിയിൽ പല കാഴ്ച ശക്തി ആണോ, കണ്ണിൻ്റെ കാഴ്ചയാണ്, കാഴ്ചയുമൊക്കെ വീണ്ടും കിട്ടുന്ന രീതിയിൽ എങ്ങനെയാ കുഞ്ഞ് മാറുന്നു, അതൊക്കെ ഉടമ്പടിയിലൂടെ മാത്രം കിട്ടിയ കൃപകളാണെന്നാണ് പറഞ്ഞത്. എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു മകള്, ആ മകള് നടക്കാൻ തുടങ്ങി. സംസാരശേഷിയില്ലായിരുന്നു, സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു പിടി നന്മയുടെ, ഈശോയെ മഹത്വപ്പെടുത്തുന്ന നന്മകളുമായി ഇവിടെ വന്നു നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഈ മകൻ നിൽക്കുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ഈശോയെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബിന്ദു വിൻസെൻ്റ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനൊരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ 2022 പാസ് ഔട്ട്. അപ്പോൾ അത്യാവശ്യം മാർക്കോടുകൂടി തന്നെ അന്ന് പാസ്സായി, നല്ല മെറിറ്റോടുകൂടി പാസ്സായ ഒരാൾ ഞാൻ. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ 3 കമ്പനിയിൽ പ്ലേസ്മെൻറ്റും കിട്ടി. പക്ഷേ US-ൻ്റെ റിസഷൻ പീരീഡ് കാരണം എനിക്ക് പിന്നീട് ഇതുവരെ ജോയിനിങ് ലെറ്റർ വന്നിട്ടില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന്, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് ഈ ഫ്ലെക്സൊക്കെ കോളേജുകാരടിച്ച്, കസിൻസൊക്കെ അറിഞ്ഞ്, നാട്ടുകാരറിഞ്ഞ് എല്ലാവരും ചോദ്യം തുടങ്ങി, എന്താ നിനക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടും എവിടെയും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണേ, ജോലിയൊന്നും ആയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തോന്നലുണ്ടാവുമല്ലോ, നമ്മൾ വെറുതെ ആയി, ഇനിയിപ്പോൾ നമുക്കൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പല കമ്പനീസിലും അപ്ലൈ ചെയ്യുന്ന കമ്പനികളിലെല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ വിളിക്കുന്നില്ല. റിസഷൻ പീരീഡാണ്, ഫ്രഷേഴ്സിന് വേണ്ട, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ എന്താണെന്നറിയില്ല, മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. അപ്പോൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. എനിക്ക് ഇപ്പം ഞാൻ പറയുന്ന സാക്ഷിയൊന്നും അന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വേറെ പല കാര്യങ്ങളും മാതാവിനോട് പറഞ്ഞിരുന്നേ, അതെനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ ആദ്യമേ സാക്ഷ്യം പറയുകയുണ്ടായി. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു രാജ്യത്തേക്ക് ഇനി എന്നെ മാതാവ് കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2022 പാസ് ഔട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ല ഗ്യാപ്പുണ്ട്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഇപ്പം 1 or 2 ഇയർ ജോലി ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുക, ഒന്ന് സെറ്റിലാവുക എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ പിന്നെ ഇനിയിപ്പോൾ എന്നാണെങ്കിലും നാട്ടിൽ ജോലിയൊന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായി. പിന്നെ പുറത്തേക്ക് പോവുക മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. പിന്നെ അതിലേക്ക് ട്രൈ ചെയ്യാൻ നോക്കി. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എന്താണോ പഠിച്ചത് അത് തന്നെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ തന്നെ മാസ്റ്റേഴ്സ് എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാനത് വെച്ചു. ഞാൻ ഓഫർ ലെറ്ററിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തു. ഓഫർ ലെറ്ററൊക്കെ കിട്ടി. പക്ഷേ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് സ്കോളർഷിപ്പോടുകൂടി അവിടെ പഠിക്കണം എന്നാണ്. ഇപ്പം നമുക്കറിയാം, ഓസ്ട്രേലിയയിലാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ആണോ നമ്മൾ ഫീസ് അടയ്ക്കുന്നത് അതിൽ നിന്ന് ഒത്തിരി അധികം എമൗണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന പോലെ ആദ്യമേ വെച്ച യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല. അപ്പോൾ വീണ്ടും എനിക്ക് ടെൻഷനായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആകെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അധികം കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ എനിക്കിങ്ങനെ കുറേ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവസാനം മാതാവ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തന്നു. ഇലക്ട്രോണിക്സ് മാറി ഇലക്ട്രിക്കലിലേക്കൊന്ന് സ്വിച്ച് ചെയ്യുക, അങ്ങനെ ഒരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ കുറേ പേരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് മാസ്റ്റർ ഓഫ് പ്രൊഫഷണൽ എഞ്ചിനീയറിൽ ഇലക്ട്രിക്കൽ മേജർ എന്നൊരു സബ്ജക്റ്റിലേക്ക് ഞാൻ എടുക്കാമെന്നൊരു തീരുമാനം മനസ്സിൽ വെച്ചു. പക്ഷേ അന്നേരം എനിക്ക് ഉള്ളിൽ ഡൗട്ടായി, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് വേറെ സബ്ജക്റ്റ് അല്ലേ, ഇതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം അന്ന് December 7th മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം വരാമ്പോൾ അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചേ, ഇത് മാതാവ് എനിക്ക് തരുന്നതാണെങ്കിൽ December 7th തന്നെ എനിക്ക് ഓഫർ ലെറ്റർ തരണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. നിയോഗം വെച്ച് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ December 7th എനിക്ക് ബ്രിസ്ബെയിനിലെ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന്
എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇനി ഈ യാത്രയിൽ എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ പ്രോസസ്സിങ്ങിലും ഇപ്പം എൻ്റെ ലോൺ സാങ്ഷൻ ആക്കുന്നതിന് കുറേ തടസ്സങ്ങളുണ്ടായിട്ടും ഇപ്പം ഞാൻ എവിടെ പോകുന്നുണ്ടോ വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ തൈലം പൂശി കയ്യിൽ ഉപ്പെടുക്കും. ഇപ്പോൾ ബാങ്കിൽ പോകാനാണെങ്കിലും മെഡിക്കലിന് പോകാനാണെങ്കിലും എന്ത് കാര്യത്തിലും പോകാനാണെങ്കിലും അങ്ങനെ ഞാൻ പോകാറ്. അപ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അതേപോലെ തന്നെ എനിക്ക് പ്രസൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണയും പാട് നേരത്തെ എണീറ്റ് ഞാൻ കുരിശ് വരയ്ക്കും. ഫുൾ ജപമാല ചെല്ലിയിട്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറ്. അപ്പം എനിക്ക് എന്തെങ്കിലും അത്ഭുതം എന്തെങ്കിലും മാതാവ് അനുഗ്രഹം തരുന്ന ദിവസമാണെങ്കിൽ എനിക്ക് അന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് മാതാവിൻ്റെ സ്മെല്ല് ശരിക്കും ഫീൽ ചെയ്യും. ഇപ്പം ഓഫർ ലെറ്റർ വരുന്ന ദിവസമാണെങ്കിൽ എനിക്കന്ന് രാവിലെ അറിയാം ഇന്ന് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നല്ലത് നടക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ COE വരുന്നതാണെങ്കിൽ ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വരുന്നതാണെങ്കിലും അപ്പോൾ എനിക്കറിയാം ഇന്ന് രാവിലെ ഇന്നത് നടക്കും. അതുപോലെ വിസയ്ക്ക് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഒരു നല്ല സ്മെല്ല്, അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഇന്നേ വരെ ആ ഒരു സ്മെല്ല് ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല. ആ പ്രാർത്ഥന ചെല്ലി തുടങ്ങി തീരുന്നവരെ ആ സ്മെല്ലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി ഞാൻ കയറിയപ്പോഴും ആ സ്മെല്ല് തന്നെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച സെമിത്തേരിയിൽ നിന്ന് അവർ കത്തിച്ച് വെച്ചതിൻ്റെ എന്തെങ്കിലും സ്മെല്ലായിരിക്കും. സെയിം സ്മെല്ല് ഞാൻ വീട്ടിലിരുന്ന് മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച സെയിം സ്മെല്ല്. പക്ഷേ എനിക്കറിയത്തില്ല ഇത് എന്താ നടക്കാൻ പോകുന്നത്, എന്താ എനിക്ക് വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ആ ദിവസം തീരാറായി, വൈകുന്നേരം ആയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വരിക ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ഞാൻ 2022 പാസ് ഔട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ അന്നത്തെ മാർക്ക് ലിസ്റ്റ് ബിടെക്കിൻ്റെ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ മെറിറ്റ് അവാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞാൻ മെറിറ്റ് അവാർഡിന് സെലക്റ്റായി, എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിയെന്ന്. എനിക്ക് ഉറപ്പാ ആ 1 ലക്ഷം രൂപ ഒരിക്കലും എനിക്ക് കൊണ്ടുതരേണ്ട കാര്യമില്ല. 2022 പാസ് ഔട്ടായി എനിക്ക് 2024 കൊണ്ട് 1 ലക്ഷം രൂപ തരിക, അടുത്ത ആഴ്ച വന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ചീഫ് മിനിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാതാവ് തന്നെ കൊണ്ടു തന്നാൽ നമുക്ക് ആവശ്യമുള്ള, ഞാൻ പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴാണോ അത് അന്ന് 2022 എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം അത് മാതാവിൻ്റെ പ്രസൻസ് ആണ്, അത് മാതാവ് തന്നാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് മാതാവ് നമുക്ക് ഓരോ ആൾക്കാരിലൂടെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്ന എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസയ്ക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു. വിസ ഇതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും വിസയ്ക്ക് റിജക്ഷൻസും കൂടുതലാണ്, ആൾക്കാർ ചെല്ലുന്നതും കൂടുതലാണ്. അപ്പം എനിക്ക് പിന്നെ ടെൻഷനായി തുടങ്ങി. എൻ്റെ ക്ലാസ് ഈ മൺഡേ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ എന്താ എനിക്ക് മാത്രം വിസ വരാത്തേ, കുറേ എൻ്റെ കൂട്ടത്തിൽ വേറെ ആരും ഇല്ല, പക്ഷെ എന്നാലും പല പിള്ളേർക്കും വരുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ തരാത്തേ, അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്ന്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നലെ ഇതുപോലെ തന്നെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് വീണ്ടും മാതാവിൻ്റെ സ്മെല്ല് വന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇന്ന് വരുമായിരിക്കും. ഇന്നലെ ഉച്ചയായപ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലേക്ക് പോകാനായിട്ടുള്ള വിസ കിട്ടി. അതിന് ഞാൻ 1000 നന്ദി പറയാം. കാരണം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാതാവ് എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുതന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ടെൻഷനായല്ലോ, വിസ കിട്ടി, ഇനിയിപ്പം അക്കോമഡേഷൻ വേണം, അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കണം. ഈ ടിക്കറ്റ് എൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോള്, അവൾ കൊറോണയുടെ സമയത്ത് ഓസ്ട്രേലിയയിൽ ഈ സെയിം സ്ഥലത്ത് തന്നെ പോകുന്നതിന് ടിക്കറ്റിൻ്റെ ചാർജ് 2.25 ലക്ഷം രൂപയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്ന മാതാവ് എനിക്ക് അത് വെറും 77,000 രൂപയ്ക്ക് വേണ്ടിയിട്ട്, ആ 2.25 ലക്ഷത്തിൽ നിന്ന് 77,000 രൂപയ്ക്ക് എൻ്റെ ടിക്കറ്റ് ചാർജ് ഇന്നലെ തന്നെ ആകെ ഒരൊറ്റ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതെനിക്ക് എടുത്ത് തന്നു. എൻ്റെ അക്കോമഡേഷൻ എല്ലാം റെഡിയായി. ഞാൻ ഈ 23rd ഈവനിങ് ബ്രിസ്ബെയിനിലേക്ക് പോവുകയാണ്. പിന്നെ ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. പിന്നെ ഈ ഉടമ്പടിയിൽ ഞാനിന്ന് ഇവിടെ എത്താനായിട്ട് ഞാൻ ആദ്യമേ എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണേ. ആദ്യമേ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ പള്ളിയിലാകെ സൺഡേസിൽ മാത്രം, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ അത്രേ ഞാൻ പോയിട്ടുള്ളൂ രാവിലത്തെ കുർബാനയ്ക്ക്. അല്ലാണ്ട് ഞാൻ കുർബാനയ്ക്ക് അങ്ങനെ പോകാറില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നേ വരെ എനിക്ക് കുർബാന രാവിലത്തെ മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും പോകാം. അത് പോയില്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ട് പോലെയാണ്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അതേപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും പരിപാടി കഴിഞ്ഞിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാണെങ്കിൽ നമ്മൾ പറയും ഇന്നിപ്പോൾ കുരിശുവരെ മുടക്കാം, ഇന്നിപ്പോൾ മടിയാണ്,
എല്ലാ വീട്ടിലും ചില വീട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമേയൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം എല്ലാവരും കറക്റ്റ് സമയത്ത് വൈകുന്നേരത്തെ കുരിശ് വരെയുണ്ട്. അതുപോലെ ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പപ്പയും അമ്മയും രാവിലെയും കുരിശ് വരയ്ക്കും. അങ്ങനെയാണ് ഇന്നേ വരെ ഇപ്പം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഞാൻ IELTS-ൻ്റെ എക്സാം എഴുതി അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഈ നിയോഗം ഞാൻ വെച്ച് തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് മാതാവ് തന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരു സ്ഥലം കാണിച്ചു തന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് വണ്ടിയിൽ പോകാൻ ഉള്ള ദൂരത്തിൽ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു സെൻറ്ററിൽ അവിടെ ഞാൻ ഉച്ചവരെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഏതൊക്കെ ദിവസങ്ങൾ എനിക്ക് പറ്റാവുന്നുണ്ടോ ആ ദിവസങ്ങളൊക്കെ അവിടെ പോയി അവർക്ക് വേണ്ടിയിട്ട് സ്പഞ്ച് ചെയ്യാനും അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കാനും ഒക്കെ. അതൊക്കെ എനിക്ക് പണ്ട് നേഴ്സിംഗ് ഫീൽഡോ അവരെന്തായി കാണിക്കണേ, ആ ഒരു വ്യക്തി ഇന്ന് അവിടെ ചെന്നിട്ട് അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കുകയും അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം മാതാവിൻ്റെ പ്രസൻസും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ബൈബിൾ വായനയൊന്നും മുടക്കിയിട്ടില്ല. കറക്റ്റായിട്ട് ബൈബിൾ വായനയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഇന്നിപ്പം ഞാനിവിടെ രണ്ടാമത്തെ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ, പണ്ട് അതായത് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കുറേ ആകുലതകളിൽ വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്താണേലും അത് ഫുള്ള് മാതാവിന് സമർപ്പിക്കുക. പിന്നെ ഉടമ്പടിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പറ്റാവുന്ന അത്രയും നിറവേറ്റാനായിട്ട് ശ്രമിക്കുക. അതേപോലെ വെറുതെ പ്രാർത്ഥന മാത്രം ചെല്ലാണ്ട് മാക്സിമം ഞാൻ കാരുണ്യപ്രവർത്തികൾ എന്ന് ചെയ്തു തുടങ്ങിയോ അന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് പറ്റാവുന്ന എന്തെങ്കിലും കാരുണ്യപ്രവർത്തി, രോഗികളെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ പേപ്പർ കൊടുക്കാനോ എന്താണോ പറ്റുന്നത് അത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം മാതാവ് നിങ്ങൾക്ക് കൊണ്ടുതരും. താങ്ക് യു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് രണ്ടാമത്തെ സാക്ഷ്യം പറയാനായിട്ടാണ് ദൈവം ഇടവരുത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയറാണ്. കാരണം ഒരു കൺവിക്ഷൻ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ഒരു ചെറുപ്പക്കാരി സാക്ഷ്യം പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ബോധ്യം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. അപ്പോൾ അതിൽ ഒരു സെൻറ്റൻസ് പറയണ ഇതാണ്, അതായത് നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് പറയുന്നത് തന്നെ ഉടമ്പടിയുടെ ഒരു അനുഭവതലം അങ്ങനെയാണ്. ഇപ്പം ഇതിപ്പോൾ ഒരാളുടെ സാക്ഷ്യത്തിലല്ല, ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കർത്താവ് തന്നെ വ്യക്തമായിട്ട് മത്തായിയുടെ 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ നഗ്നനായിരുന്നു, അങ്ങനെ ഞാൻ എൻ്റെ നീ ഞാനാണെന്ന് കരുതി ഈ ഒരു ചെറിയ സഹോദരന് നീ ഇത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയുകയും ആ സുവിശേഷത്തിൻ്റെ അധ്യായം മുഴുവൻ എക്സ്പ്ലനേഷൻ കൊടുക്കും. അപ്പോൾ ചിലർ ചോദിക്കും, കർത്താവെ ഞാൻ നിങ്ങളെ അങ്ങനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന. അപ്പോൾ കർത്താവിൻ്റെ മനസ്സെന്താണെന്ന് ഇതിലും വ്യക്തമായിട്ട് കർത്താവിന് പറയാൻ സാധിക്കത്തില്ലല്ലോ. അതിനും വേറെ വ്യക്തമായിട്ട് അതിന് ശേഷവും കർത്താവ് പറയാനുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ ചെയ്യുന്നവർ മാത്രമാണ്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഉടമ്പടിയിലൂടെ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മകളും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നടക്കേണ്ട വഴി ദൈവം കാണിച്ചു തരും എന്നുള്ളതാണ്. ചെല്ലേണ്ടത്, മിണ്ടേണ്ട വ്യക്തി, ചെല്ലേണ്ട സ്ഥലം. പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്, പീലിപ്പോസിനോട് പറയും, പീലിപ്പോസ് നീ തെക്കോട്ട് പോകും, ഗാസയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ദൈവം തന്നെ നമ്മുടെ യാത്രയൊക്കെ ക്രമീകരിക്കും. പക്ഷേ ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണം. ദൈവം നീ സംസാരിക്കുന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. ആദ്യം ദൈവം ആഗ്രഹിക്കുന്ന പോലെ മനസ്സും ശരീരവും പ്രവർത്തനങ്ങളൊന്നും ഒരുക്കുമ്പോൾ മാത്രമേ ശബ്ദം കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കുടുംബ പ്രാർത്ഥനയും കുംഭസാരവും വിശുദ്ധ ബലിയും ഒക്കെ. നമ്മൾ ഒരു കോൺസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ നമ്മൾ പോയി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഒരുങ്ങും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ. രണ്ടാമത്തേത്, അതിന് തത്തുല്യമായിട്ട് ഈശോ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു മടുപ്പും കൂടാതെ, ഒരു പക്ഷേ തുടക്കത്തിലൊരു ഉണ്ട്. അപ്പം ചിലർ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ അടുത്തൊരു അനാഥാലയം ഉള്ള കാര്യം അറിഞ്ഞതുപോലും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. എൻ്റെ അടുത്തൊരാൾ മേലാതിരിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടെത്തി ചെല്ലുമ്പോഴാണ് അറിയണത് ആ വ്യക്തിയായിട്ട് എനിക്ക് പണ്ട് ഭയങ്കര ബന്ധം. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിനെ ഇരിക്കുന്നിടത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ മകൾ ഇപ്പോൾ ശുശ്രൂഷിച്ച വ്യക്തികളും പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ നമ്മളെപ്പോലെ തന്നെ. ആരെങ്കിലും ഒന്ന് സംസാരിക്കുവാനും ആരെങ്കിലും ഒന്ന് എന്നെ കരുതാനും ഉണ്ടായിരുന്നെങ്കിലെന്ന് ദൈവസ്നേഹത്തോടെ. ചിലപ്പോൾ അവിടെ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കും. പക്ഷേ ഇതുപോലെ വോളണ്ടിയറായിട്ട് എൻ്റെ അടുക്കയിൽ ചെറുപ്പക്കാരും അല്ലെങ്കിലൊക്കെ വന്ന് പ്രാർത്ഥിക്കണമെന്നും വന്നിരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നിങ്ങളെടുക്കുന്ന ഉടമ്പടി. അപ്പോൾ ഇത്രത്തോളം ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് വിശ്വസ്തയോട് ഇതിനകത്തോട് ചേർന്ന് നിൽക്കുമ്പം ഇത് ദൈവത്തിൻ്റെ വേലയായതുകൊണ്ട് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളെ നിലനിർത്തുക എന്നുള്ളത്. നമ്മൾ സംശയത്തോടും ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പം എങ്ങനെ ഇരിക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ
വിശ്വസ്തയോടെ നിലനിൽക്കുന്നവർക്ക് ഇപ്പോൾ എത്ര ചെറുപ്പക്കാരാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം. നിങ്ങൾക്കറിയാം, ഒരു യുക്തിയുടെ വളർച്ചയുടെ സമയമാണ് ഈ 15 തൊട്ട് ഒരു 35. പക്ഷേ ഇവിടെ സാക്ഷ്യം പറയുന്നതിൽ നല്ലൊരു ശതമാനം പേര് ഈ ഒരു ഏജ് ഗ്യാപ്പിലുള്ളവരാണ്. അവരൊക്കെ പഠിച്ചവരും വിദ്യാഭ്യാസമുള്ളവരും ഒരുപാട് വിദേശത്ത് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഒരുപാട് ലോകാറിവുള്ളവരും. അപ്പോൾ അതിൻ്റെ നടുക്കിൽ നിന്നും ഇതുപോലെ അനുഭവങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അതിനർത്ഥം ഇവിടെ ഉടമ്പടി എടുത്തുന്നുള്ളതല്ല, അതിനേക്കാളപ്പുറം ആ ഉടമ്പടിക്ക് വേണ്ടി ഇവർ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം കർത്താവ് പറയുന്നത്, സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്, കർത്താവ് യുവാവായിരിക്കുമ്പോൾ നിങ്ങൾ സൃഷ്ടാവിനെ സ്മരിച്ചാൽ അത് ഏറ്റവും വലിയ കാര്യമാണെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ദൈവാനുഭവത്തിലേക്ക് ഒരാളെ കൊണ്ടുചെന്ന് എളുപ്പത്തിൽ നിർത്തുവാനായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ സാക്ഷ്യം പരിശോധിച്ചാൽ മാത്രം മതി. അതിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ, പ്രായഭേദമന്യം നോക്കാതെ, അനുഭവ സാക്ഷ്യം ഒന്ന് തുറന്ന മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടാൽ തന്നെയും, അല്ലെങ്കിൽ ആ പത്രത്തിലെഴുതിയ കാര്യങ്ങൾ വായിച്ചാൽ, നമുക്കൊരു മാസം എങ്ങനെ പോലും ഒരു 10-600 സാക്ഷ്യം വരുമ്പോഴാണ് അതിലൊരു 100 സാക്ഷ്യം മാത്രമാണ് നമ്മൾ ആ പത്രത്തിൽ അച്ചടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളറിയാം, എത്ര സാക്ഷ്യങ്ങൾ നമ്മളവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് മാറ്റിയിട്ടാണ് അതിൽ നിന്ന് കുറച്ച് പറയിക്കുന്നത്. അതിൽ പിന്നെ അച്ഛൻ നോക്കിയിട്ടാണ് ഏറ്റവും നല്ല ഒരു 3-4 ഉപകാരപ്പെടുമെന്നുള്ളപ്പോഴത് നമ്മൾ യൂട്യൂബിലിടുന്നത്. അപ്പോൾ അങ്ങനെ ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയൊരു അനുഭവം, ഒരുപാട് കാര്യങ്ങളിവിടെ ലഭിക്കുന്നതിനെ ഓർത്ത്, അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടുത്തെ പരിശുദ്ധ അമ്മ ഇതിനോടൊപ്പം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അതിലല്ലാതെ വേറൊരു അർത്ഥം ഇതിനില്ല. അപ്പോൾ അങ്ങനെ ഒരു ദൈവാനുഭവം ലഭിക്കുവാനായിട്ട് ഇന്നും ഓരോ ദിവസവും ഇതുപോലെ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ട് ഭയങ്കരമായിട്ട് ഞെട്ടുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ വർഷങ്ങളോളം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ സാക്ഷ്യങ്ങളുടെ നിലവാരം പോലും ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധമ്മ വളർത്തുന്നതിനോർത്ത് നന്ദി പറയാം. ഏറെ പ്രത്യേകിച്ച് തൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഇതുപോലെ ദൈവം കൂടെയുണ്ട്, പ്രാർത്ഥിച്ചാൽ ദൈവം ഞങ്ങൾക്ക് അനുഭവം നൽകും, മാറ്റിവെക്കേണ്ടത് പ്രാർത്ഥനയല്ല നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളാണ് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ഈ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എൻ്റെ പേര് രതി. ഞാനൊരു ഹിന്ദുവാണ്. 2021 സെപ്റ്റംബർ 21 ഞാൻ ഉടമ്പടി എടുത്തത്. മോന് ബിടെക് പരീക്ഷയിൽ 12ഓളം സപ്ലി ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അമ്മ മാതാവേ, ആ വർഷം തന്നെ എൻ്റെ മോൻ്റെ ബിടെക് കോഴ്സ് തീരുവാണ്, അവന് ആ വർഷം തന്നെ 12 വിഷയം എഴുതിയെടുക്കാൻ സാധിക്കണമേ എന്ന്, അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന. അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ലാസ്റ്റ് സെം ആയപ്പോൾ തന്നെ 12 വിഷയങ്ങൾ അവന് കിട്ടുകയും നല്ല സ്കോറോടുകൂടെ അവൻ പാസ്സാകുകയും ചെയ്തു. പിന്നീട് എൻ്റെ പ്രാർത്ഥന, എൻ്റെ മോന് ഒരു ഗവൺമെൻറ് ജോലി തരണേ മാതാവേ, ഒരുപാട് ജോലിക്ക് വേണ്ടി അലക്കരുതേ എന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൻ കുറച്ച് നാൾ സ്വിഗ്ഗിയിൽ പോയി പണി ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ബിടെക് പഠിച്ചതല്ലേ, സ്വിഗ്ഗിയിൽ മോൻ പോകണ്ട, മോൻ PSCക്ക് ഇരുന്ന് പഠിക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ 2021 ഇറങ്ങിയ വർഷം തന്നെ അവൻ ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ ഒരു ടെസ്റ്റ് എഴുതിയായിരുന്നു. ആ ടെസ്റ്റിൽ അവന് 20ാമത്തെ റാങ്ക് കിട്ടുകയും അവൻ ഉടനെ തന്നെ അവനെല്ലാം അവൻ്റെ കഴിവുമല്ല എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ച് അവന് ആ തൊഴിലിന് കയറാൻ പറ്റി. 5 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരുന്നു ആ ജോലി കിട്ടിയത്. 1.25 വർഷത്തോളം അവനതിൽ ജോലി ചെയ്തു. ജോലി ചെയ്തുകൊണ്ടിരിക്കെ PSC എഴുതിയ ലിസ്റ്റുകൾ വന്നു. ആദ്യം LGSൻ്റെ റിസൾട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു, മോൻ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ, കുറച്ചുകൂടെ ഒരു നല്ല ജോലിയുടെ പ്രതീക്ഷിക്കുന്നുണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് പോലീസിൻ്റെ ടെസ്റ്റ് വന്നു, പോലീസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വന്നു, എല്ലാ ഫിസിക്കലിനും എല്ലാം പാസ്സായി. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഓർക്കും, അച്ഛൻ്റെ അനുഗ്രഹം ഒന്ന് എൻ്റെ മോൻ്റെ ആ ഹോൾ ടിക്കറ്റിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. പക്ഷെ മോൻ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവന് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ എന്നും ലൈനിൽ നിന്നിട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തുള്ളവർ പറയും, സാരമില്ല, അമ്മ മാതാവിനോട് പോയി നേരിട്ട് പറയാൻ പറയും. അങ്ങനെ മോൻ പോലീസിൽ കയറി. ഇപ്പം 6 മാസം കഴിഞ്ഞ് 7ാം മാസം തുടങ്ങാൻ പോകുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എറണാകുളത്താണ് മോന് പോസ്റ്റിംഗ് വരുന്നത്. ഹസ്ബൻഡാണ് ഹാർട്ടിനും കിഡ്നിക്കും ഒരുപാട് പ്രശ്നമുള്ളതാണ്. അപ്പോൾ എൻ്റെ അമ്മ മാതാവ് ആലപ്പുഴ നാട്ടിൽ തന്നെ എനിക്കൊരു ജോലി, എൻ്റെ മോനൊരു ജോലി തരണമേ എന്ന് പറഞ്ഞു. ഈ മിനിഞ്ഞാന്ന് എക്സൈസിൻ്റെ ഇത് വന്നു, കാർഡ് വന്നു. 15 ദിവസത്തിനുള്ളിൽ അവനോട് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നതാണ് ആലപ്പുഴ നാട്ടിൽ തന്നെ. അതാണ് എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഒരുപാട് കൃപയാണ് എൻ്റെ അമ്മ മാതാവ് തന്നത്.
പിന്നെ രണ്ടാമത്തെ വിഷയം പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ 4 ലക്ഷത്തിൻ്റെ വീട് എനിക്ക് അനുവദിച്ച് തന്ന്, പിന്നെ അതും അമ്മ മാതാവ് തന്നെയാണ് തന്നത്. അനുവദിച്ച് തന്നെങ്കിലും മുന്നോട്ടുള്ള പണിക്കൊന്നും എനിക്ക് സാമ്പത്തികം എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മോനാണെങ്കിൽ ട്രെയിനിങ്ങിന് പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാനിതെല്ലാം ഇവിടെ വന്നിരുന്നു, ഈ ആൾക്കാരെ വന്നിരുന്നു മാതാവിനോട് ഞാൻ എപ്പോഴും പറയും, മാതാവ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, മാതാവ് ഒരു ലോൺ എനിക്ക് തന്ന് സഹായിക്കണം. അങ്ങനെ പറഞ്ഞു. ലോൺ ശരിയായി. കഴിഞ്ഞ ഡിസംബർ ജനുവരി 26-ന് കല്ലിട്ടപ്പോൾ കൃപാസനം പത്രം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകരുത് എൻ്റെ ഈ പണി, കയ്യിൽ പൈസയൊന്നുമില്ല, ഈ ലോൺ അല്ലാതെ വേറൊന്നുമില്ല, നീട്ടിക്കൊണ്ടു പോകല്ലേ മാതാവേ എന്ന് പറഞ്ഞു. മാതാവ് ഈ കഴിഞ്ഞ ജനുവരി 26-ന് കല്ലിട്ടു, ഡിസംബർ 30-ന് പണി പൂർത്തിയാക്കി. 1 വർഷം പോലും എടുത്തില്ല മാതാവ്. ഡിസംബർ 30-ന് എൻ്റെ അമ്മ മാതാവ് എനിക്ക് താക്കോല് തന്നു. പിന്നെ അടുത്ത എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് പേഷ്യൻറ്റും കിഡ്നി പേഷ്യൻറ്റും ആണെന്ന് പറഞ്ഞല്ലോ. ഓഗസ്റ്റ് 14-ാം തീയതി പുള്ളിക്ക് ഒരു കുഴച്ചിൽ പോലെ വന്നു. വണ്ടാനത്ത് കൊണ്ടുപോയപ്പോഴത്തേക്കും പറഞ്ഞു അറ്റാക്ക് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ 15 വർഷം മുമ്പ് ഇതുപോലെ അറ്റാക്ക് വന്ന് 7 ബ്ലോക്കോളം ഉണ്ടായിരുന്നു. അപ്പോൾ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 15ാമത്തെ വർഷമായിരുന്നു ഈ കഴിഞ്ഞു പോയത്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 14-ാം തീയതി അറ്റാക്ക് വരികയും ഞങ്ങൾ വണ്ടാനത്ത് അഡ്മിറ്റ് ആകുകയും ചെയ്തു. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണം, എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 4 ബ്ലോക്കോളം ഉണ്ട്. അപ്പം ഞാൻ ഉടനെ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇപ്പോൾ വീട് പണി, മോനിങ്ങനെയാണെങ്കിൽ ട്രെയിനിങ്ങിനാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ എൻ്റെ മാതാവ് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ, ഡോക്ടറെ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ, റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇത് ഇനിയൊരു സർജറി ആ ദേഹത്ത് വരുത്താതെ, കാരണം 15 വർഷത്തിന് മുമ്പ് നടന്ന സർജറിയുടെ പിന്നെ അതിൻ്റെയൊക്കെ കുറേ വിഷമതകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനിയും എൻ്റെ മാതാവ് ഒരു സർജറിയിലോട്ട് പോകല്ലേ മാതാവേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി വേണ്ട, നമുക്ക് മരുന്നും ഗുളികയും കൊണ്ട് തന്നെ ഈ ബ്ലോക്കൊക്കെ അലിയിച്ച് കളയാമെന്ന് പറഞ്ഞു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുടുംബത്തിൽ നിന്നും വേറെ വീട്ടിലോട്ട് മാറി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു വീട് മാതാവ് ഞങ്ങൾക്ക് തന്നെന്ന്. ആ വീട്ടിൽ താമസിച്ചപ്പോൾ ഞങ്ങൾ കുടുംബത്തു നിന്ന് പേര് വെട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഹസ്ബൻഡിന് ഹെൽത്ത് കാർഡ് കിട്ടാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങി. ഇതിൻ്റെ ഏറ്റവും വലിയ ഓഫീസായ ദിശയിലൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും പറഞ്ഞ് നിങ്ങൾക്ക് ഉടനെ ഇനിയിപ്പോൾ ഇതില്ല, നിങ്ങൾ കാർഡ് പഴയ കാർഡിൽ നിന്നും വെട്ടി നിങ്ങൾ പുതിയതാക്കിയില്ലേ, അപ്പം ഇനി അടുത്തൊരു ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പുണ്ടാകുന്നിടം വരെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന നീയല്ലേ, നീ തന്നെ ആ ഏറ്റവും മുകളിൽ പോയിരുന്നുണ്ട്, അത് എഴുതി തരണമെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞു ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. നവംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഹെൽത്ത് കാർഡ് റെഡിയായി. പക്ഷെ അത് എല്ലാവർക്കും അതിശയമായി. കാരണം ഒരു റേഷൻ കാർഡിൽ നിന്നും പേര് വെട്ടി മാറ്റിയിട്ട് പിന്നെ ഹെൽത്ത് കാർഡ് കിട്ടുക എന്നുള്ളത് അസാധ്യമായ കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് എനിക്കത് കിട്ടി. പിന്നെ എനിക്ക് 2 ബ്രസ്റ്റിന് സിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 16 വർഷത്തോളം അതിന് പഴക്കമുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്കത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 വർഷം കൂടുമ്പോൾ ഞാൻ മാമോഗ്രാം ചെയ്യുമായിരുന്നു. ചെയ്യുമ്പോഴൊക്കെ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു. ലാസ്റ്റത്തെ മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞു ഡോക്ടറിനെ റിസൾട്ട് കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. 16 വർഷമായതുകൊണ്ട് ബയോപ്സി ചെയ്തു. ബയോപ്സിക്ക് അയച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ കത്തി വയ്ക്കാൻ ഇടയാക്കരുത്, നെഗറ്റീവായിരിക്കണം അതിൻ്റെ ഫലമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവാണ്. എങ്കിലും ഡോക്ടർ പറഞ്ഞു നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് കളയാമെന്ന്. ഞാൻ ഡോക്ടറിനോടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച തൈലം ഇരിപ്പുണ്ട്, അത് മാത്രം എനിക്ക് മതി. അത് പുരട്ടി ഇപ്പം ഒരു 2 വർഷത്തോളമായി. ആ ബ്രസ്റ്റിലെ സിസ്റ്റം എവിടെ പോയെന്ന് പോലും അറിഞ്ഞുകൂടാ. എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യമുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ വീടുകളിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ അസുഖത്തിന് കുറവുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ വീട് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് മണ്ണിടിച്ചിലുണ്ടായി. അവർക്ക് ഒരു 6 മാസത്തോളം കൊണ്ട് 3 ലക്ഷം രൂപ അവർക്ക് അടിത്തറ കെട്ടാൻ പറ്റുന്നില്ല. അടിത്തറ കെട്ടാൻ ശ്രമിക്കുമ്പോഴെല്ലാം മണ്ണിടിച്ചിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരൊരുപാട് പൂജകളും ഒക്കെ ചെയ്തു.
അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്തായാലും എല്ലാം നിങ്ങളുടെ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞില്ല, ഇനി എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു 3 തുള്ളി വെഞ്ചരിച്ച തൈലം ഞാൻ തരാം, കുളിച്ച് ശുദ്ധമായിട്ട് നിങ്ങൾ അവിടെ കൊണ്ട് ഇട്, ഞാനിവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉടമ്പടി എടുത്തവർ കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. എങ്കിലും അമ്മ മാതാവിനോട് ഞാൻ ചോദിച്ചു, അനുവാദം മേടിച്ച് ക്ഷമ ചോദിച്ചതിന് ശേഷമാണ് കൊടുത്തു വിട്ടത്. അവിടെ ആ തൈലം കൊണ്ടിട്ട് ഞാനിവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് വരെ ആ പണിക്ക് മുടക്കം വന്നില്ല. അവരേതാണ്ട് 1.25 വർഷത്തോളം കൊണ്ട് വീടിൻ്റെ വലിയൊരു വീടാണ് വെച്ചത്, വീടിൻ്റെ പണി തീർത്ത് പൂർത്തിയാക്കി. അപ്പോൾ അതും എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടിൻ്റെതും അവളും പറഞ്ഞു പ്രാർത്ഥിക്കണം, 1 വർഷത്തിനുള്ളിലെങ്കിൽ എനിക്ക് നടന്നു കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പ്രാർത്ഥിച്ചു, അതും എൻ്റെ അമ്മ മാതാവ് സാധിച്ചു വന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യങ്ങൾക്കും എൻ്റെ അമ്മ മാതാവ് തടസ്സമില്ലായിരുന്നു. എല്ലാം എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഇതെല്ലാം സാധിക്കുന്നതെന്നുള്ളത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും, ഒരു മാസം എനിക്കിവിടെ വരാൻ പറ്റിയില്ല, പിറ്റേ മാസം വന്ന് പത്രം മേടിച്ചു എല്ലാ വീടുകളിലും ആദ്യം ഒരു ഭാഗത്ത് കൊടുക്കും, പിന്നെ വേറൊരു ഭാഗത്ത് കൊടുക്കും. എല്ലാവരും എൻ്റെ കർത്താവിനെ അറിയാൻ വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇച്ചിരി പോകാൻ പറ്റാത്ത രോഗികളെ ഹോസ്പിറ്റലിൽ പോയി കാണാനുള്ളൊരു എന്തോ ഒരു ഹസ്ബൻഡിനെയും കൊണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ടെങ്കിലും എനിക്ക് അതിലൊരു പറ്റുന്നില്ല. എങ്കിലും അറിയുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഞാൻ എനിക്കാവുന്ന പോലെയും അവരെ ഞാൻ നോക്കുകയും എന്നാലാവുന്ന പോലെയുള്ള ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടി ആരെ ഞാൻ അസുഖമാണെന്നറിഞ്ഞോ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ മാതാവും തിരുക്കുമാരനും സാധിച്ചു തന്നതാണ്. ഇനിയും എൻ്റെ അമ്മ മാതാവും ഇനി എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, എൻ്റെ മരണം വരെ അമ്മ മാതാവും തിരുക്കുമാരനും പിതാവിൻ്റെ പരിശുദ്ധാത്മാവും ഞങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണമേ എന്ന്. ഇതൊക്കെയാണ് എൻ്റെ മാതാവും എൻ്റെ കർത്താവും തന്ന അനുഗ്രഹങ്ങൾ. കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിച്ചുകൊണ്ട് ഞാൻ കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. നന്ദി എൻ്റെ മാതാവിനും എൻ്റെ കർത്താവിനും. സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ഈശോയുടെ ജനനം ദൈവദൂതൻ ആട്ടിടയന്മാരെ അറിയിക്കുന്നത്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2:10 നമുക്ക് തിരുവചനങ്ങൾ ശ്രവിക്കുവാൻ കഴിയും. ഈശോയുടെ ജനനം സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകുന്നത്, അത് അനുഭവത്തിലേക്ക് വരുന്ന ഓരോ മക്കൾ ഇവിടെ വന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ അനുഭവം, അവർക്ക് ബോധ്യങ്ങളിൽ നിന്നാണ് അവരനുഭവ സാക്ഷ്യമായിട്ട് ഇവിടെ പറയുക. അപ്പോഴത് എങ്ങനെയാണ് അവർക്കത് ഈശോ അവർക്ക് ആരാണ്, അവരെങ്ങനെ അനുഭവിക്കുന്നു, അനുഭവിച്ച സത്യത്തെ മൂടി വയ്ക്കുവാൻ സാധിക്കില്ല. അതാണ് ഇവിടെ വന്ന് പറയുവാൻ അവരെ ആ സ്നേഹം അവരെ നിർബന്ധിക്കുകയാണ്. ഈശോയോടുള്ള സ്നേഹം. തൻ്റെ കുടുംബത്തിലേക്ക് തൻ്റെ മകൻ എത്ര പേപ്പേഴ്സ് വായിക്കപ്പുണ്ടായിരുന്നെന്നും പിന്നീട് ആ മകൻ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ജോലി തന്നെ കിട്ടുന്നത്, അതും ആഗ്രഹിച്ച സ്ഥലത്ത്, ഈ ആലപ്പുഴയിൽ തന്നെ ജോലി വേണമെന്ന് ഈ മകള് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിക്കുക. ആ അവസ്ഥയിൽ അതൊക്കെ അമ്മ എങ്ങനെയാണ് ഈ മകൾക്ക് പോസിറ്റീവായിട്ട് കൊടുക്കുന്നത്. പിന്നീട് തൻ്റെ ഭവനം പണിയും, അതുപോലെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം, താൻ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ രോഗസൗഖ്യം ഉണ്ടാകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. നാം ഇവിടെ നാം ഇപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ, നാം ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അത് മാത്രമായിരിക്കരുത്. നാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ജോബ് 42 നാം അത് വായിക്കുന്നുണ്ട്. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോബിനുണ്ടായിരുന്ന ഐശ്വര്യങ്ങളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നേരത്തേക്കാൾ ഉപരിയായിട്ട് ജോബിന് തിരികെ കൊടുക്കുന്ന ദൈവസ്നേഹമാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബം അതിനു വേണ്ടിയാകരുത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഉടമ്പടി ജീവിതം കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാറ്റിലും ഉപരിയായി മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനാ പ്രവർത്തനം, അതൊക്കെ ആകുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവിക ഇടപെടലുകൾ അതൊരിക്കലും സാധിക്കുകയില്ല എന്നൊക്കെ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി എങ്ങനെ സാധ്യമാകും എന്നുള്ളത്
നാം എവിടെയെങ്കിലും കേട്ടിട്ട് ഇന്ന് ആരെങ്കിലും വന്ന് പറയുന്നതല്ല. ഇവിടെ ആ വ്യക്തികൾ തന്നെയാണ് പറയുന്നത്, ഇത് ഞങ്ങൾ അനുഭവിച്ചതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ലഭിച്ചു, ഇതൊന്നും നടക്കില്ലായിരുന്നു. കേട്ടവരൊക്കെ ചോദിക്കുന്നു, ഇത് എങ്ങനെ ഒരു റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയാൽ പിന്നെ എങ്ങനെ ഹെൽത്ത് കാർഡ് കിട്ടും, അതും ഇത്ര എളുപ്പത്തിൽ. അതൊരു കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ നമുക്ക് വേണ്ടി എങ്ങനെയാണ് കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നത്? നമുക്ക് നമ്മുടെ ഹൃദയത്തെയാണ് ഒരുക്കേണ്ടത്. ഈശോയെ സ്വീകരിക്കുവാനും ഈ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കൃപകൾ നേടുവാനും നാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. ഹൃദയത്തെ ഒരുക്കുന്നതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക. അതിനുള്ള ഒരു സന്നദ്ധതയാണ് ആത്മാർത്ഥമായും വിശ്വസ്തമായും ഈശോയെ സ്നേഹിക്കുക, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. അതിന് ഈ ഉടമ്പടി നമ്മെ സഹായിക്കട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.